യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊരു വാക്കിങ്ങിന് പോവുകയാണ്. സോ ഇന്ന് വാക്കിങ്ങിന് പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല ഗൈസ്, എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. സോ നമ്മളെ ശീതൾമരത്തിൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. സോ വേണ്ട, അപ്പം ഫ്രണ്ട്സാണ്. അപ്പം അവരുടെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ട് ഇന്ന് നടക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുക്കണം. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ കാണാം. ഓക്കെ, പിന്നെന്താ ഗൈസ്, അവരെല്ലാവരും വന്നു. കുറച്ച് പേര് ഒരുങ്ങാണ്. ഇതാണ് അതിലൊരാൾ. ഇയാളുടെ പേരാണ് നബി കുര്യാക്കോസ്. യെസ്. ശീതൾമരം എന്തുകൊണ്ട് തലതിരിച്ചു പോകുന്നു? ശീതൾമറിയാം. ഫോൺ കോൾ വന്ന് ഭയങ്കര ബിസി പീപ്പിളാണ് ഗൈസ്. ഒരു കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് നടക്കാണ്. അത്രയ്ക്കും ബിസി അല്ലേ? എന്ത് ചെയ്ത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? എല്ലാരും ഓൺ ദ വെയിലാണ്. എല്ലാരും എന്നെ ചതിച്ചു. എല്ലാരും കണ്ണുപിടിക്കും. ഞാൻ മാത്രം സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിനാണ് കുട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് എല്ലാവരും ഒരുങ്ങി. ഞാൻ ആ നിമിഷത്തിൽ പോയി വീഡിയോ എഡിറ്റ് ചെയ്തത് അറിയോ. 5 മിനിറ്റ് കൊണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇറങ്ങിയത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കാര്യം ഇപ്പം ചെന്നപ്പോഴത്തേക്ക് ഒരാളോടെ മുഖം കഴുകാൻ കയറി. ഞാൻ ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് പെതുക്കെ വരാമെന്ന്. അല്ല, വന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അവര് വരാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇതെന്താണ് ഗൈസ്, ഇത് മൊത്തം ബ്ലാക്ക് ആണ് ഇവർ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. എന്താ ശബരിമലയ്ക്ക് പോകണം? ഫാഷനാണോ? ദുഃഖ ബുധനാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ബുധനാഴ്ച. ഓ, ഇന്ന് ബുധനല്ലേ? സോ ഞാനും ബ്ലാക്കും വൈറ്റും മിക്സ് ആണ് ഗൈസ്. അവര് മൊത്തത്തിൽ ബ്ലാക്ക്. എനിക്കറിയത്തില്ല എന്തായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹെയർ കളർ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ല? ആണോ? ഇഷ്ടമായോ? എന്നെ ഇഷ്ടമായോ? എന്നെ ഇഷ്ടമായോ? കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. ഇതിനകത്ത് 2 പേരും കൂടെ വരാനുണ്ട് ഗൈസ്. അവർ ലാസ്റ്റ് നിമിഷം ഒരുങ്ങാൻ വേണ്ടി പോയി. ഒരുങ്ങിട്ട് വരും. 8 പേര് നിരങ്ങി നടക്കുന്നുണ്ട്. ആ 3 വഴി തെറ്റിയതുങ്ങളാണ് ഗൈസ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാം ഗൈസ്. ശീതൾമറ അവരൊക്കെ നേരത്തെ പോയി. അല്ല ചേച്ചി അവിടെ ഫോട്ടോ എടുക്കാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് മാത്രം കൊണ്ടുപോകാം നമുക്ക്. ബാക്കി ഉള്ളിവിടെ ഇങ്ങനെയാണോ വാങ്ങിച്ചേക്കണത്? ഇതൊന്നും ഒരുമിച്ച് വന്നേക്കണം. പുറത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് വന്നത്. ബൂസ്റ്റ് ഞാൻ കുറച്ച് എയർ ഇടിപ്പിച്ച്. അപ്പോൾ അപ്പച്ചൻ പറയാ കഴിക്കുമെന്ന്. കുറേ ഇട്ട കുച്ചോ നല്ല ബുസ്റ്റാണ്. മഴ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിവട. നമുക്ക് നനഞ്ഞല്ലേ. ചൂടേ ഇല്ല. പിന്നെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നല്ല ചെയ്യണ്ട ചൂടില്ലാതെ. നെൽപ്പിച്ചേച്ചിൻ്റെ അടുക്കെ പറയുന്നത് പൊത്തിക്കൊണ്ട് ഓടി. മിക്കവാറും ഇടം വരെ നടന്നു വെള്ളം വേണ്ട. ആ ഒരു കട്ടില്ല. ഇത് ചൂടാക്കിയില്ല. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. എല്ലാവരും നോക്കിയേ. എല്ലാവരും തിരിഞ്ഞിരിക്കുന്നേ. എല്ലാവരും ഉള്ളിവിടെ വയ്ക്കാം ഗൈസ്. എല്ലാവരും ഉള്ളിവിടെ വയ്ക്കാം. നമ്മൾ എവിടെ നിന്ന് ഫോട്ടോ എടുക്കും? എവിടെ എവിടെ ആ ഗൈസ് ശോകമായിട്ട് ഗൈസ്. ഇത് വിളിച്ചിരുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഞാൻ എന്നോട് വേണ്ട എന്തെങ്കിലും അന്താരാഷ്ട്ര ടോപ്പിക്ക് പറയണം. ഇവർ 8 പേരും മിണ്ടുന്നില്ല. കാര്യമൊന്നും മിണ്ടുന്നില്ല. റീലോ നമുക്ക് ചെയ്യാം. ഇവിടെ ഫോണ് ചെയ്യരുത്. ചെയ്ത ലോകം മൊത്തം പോയി. ഓ അതാ പിന്നെ ഞങ്ങൾ പിന്നെ റീലടിക്കാൻ ഞാൻ ഇങ്ങനെ പിടിക്കാം ഗൈസ്. നമ്മളിവിടെ റീലെടുക്കുന്ന പരിപാടി. ചിട്ടാ കറണ്ട് വരും, ഇടിവെട്ടിയ മിന്നൽ വരും. അതൊന്നും ഡയലോഗല്ലേ?
മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാ വേണം അവരോട്. പണ്ണി സോഷ്യൽ ആൻസൈറ്റി കുട്ടിക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് റീൽ എടുക്കാൻ മടിയാന്നൊക്കെ. ഇതാണ് ഗൈസ് അർജുനൻ ചേച്ചി. ഇത് വെട്ടല്ലേ വെട്ടല്ലേ. ഇത് സാൽവി ചേച്ചി, ഇത് ഗൗരി ചേച്ചി, ഇത് പിന്നെ മുമ്പ് പറയാം. ഇവിടെ ഒരാള് മറിഞ്ഞടിച്ച് വീണ്. ഇപ്പം മര്യാദക്ക് നടന്നു പോകുന്നുണ്ട്. കുറച്ചുമ്പോ ഇതൊന്നും എല്ലാവരും അഹങ്കാരം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിനും കുമ്പസരിക്കുന്ന ഒരാള് അവിടെ നിന്ന് ഇവിടെ. പക്ഷെ എനിക്കത് വീഡിയോ കിട്ടിയില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. അതിന്റെ തണുക്കുന്നുണ്ടോ മോന്? മഴയോ? മഴയത്തിറങ്ങിയിട്ട് മഴയെന്ന്. ഇത്രയും നേരം മഴയില്ലായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോ ഇപ്പഴത്തെ അതെന്താ കാണിക്കാൻ നിൽക്കും? ഇങ്ങോട്ട് വാ. ഇത്രയും നേരം മഴയില്ലായിരുന്നു. ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുക. അടിപൊളി കാറ്റൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സാധനം വേണ്ടി കടയിൽ കയറിയതാണ്. നമുക്ക് നാട്ടിൽ കയറി കൊടുക്കണം. വേണ്ട, മോക്ക് വരുന്നില്ല. ഇവിടെ മനുഷ്യന് പൈസ ഇല്ല. ടൈറ്റില്ല. വെരി സോറി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. Oh God! You again? വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. ഒന്നൂടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ലിസ ബാബുസ് യൂട്യൂബ് ചാനൽ. ലിസ ബാബു ഇവിടെ എന്തൊക്കെയോ ജ്യൂസ് അല്ലേ, യോഗട്ട് അല്ലേ, കേടാണ്. So if you are new to this, ഇത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. If you are new to this channel, do subscribe to her channel. എടി ഒന്നുകൂടി എടുത്തേടി. വൃത്തിയായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വെൽക്കം യു ടു ദ ചാനൽ. യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. So if you are new to this YouTube channel, do subscribe to her ചാനൽ. ഓക്കെ. അതേപോലെ തന്നെ പ്രീവിയസ് വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ബൈ. നമ്മള് പെയ്ഡ് പ്രൊമോഷൻ അല്ല, പക്ഷെ ഡിമാൻഡുകാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് തരിക. നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിലുള്ള ഒരു കടയുടെ കാര്യമാണ് ഇത് പറഞ്ഞത്. അപ്പം നമ്മുടെ ഡിമാൻഡിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ചില്ലൻകൂട്ടിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണിക്കില്ലേ, കണ്ടോ? യോഗട്ട് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ഗൈസ്. സന്തോഷമായില്ലേ? കൊറേ ഉണ്ട്. ഞങ്ങൾക്ക് ദാരിദ്ര്യമില്ല. അതെ, പക്ഷെ പൈസ ഇല്ല. ബിസ്ക്കറ്റ് സെക്ഷൻ ഉണ്ട്, അപ്പുറത്ത് ലേസ് സെക്ഷൻ ഉണ്ട്, നമുക്ക് ലിസാബു ഉണ്ട്. വിൽക്കാൻ കൊടുക്കുന്നതല്ല കേട്ടോ, സോറി. ഞാൻ കൊറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കും, പക്ഷെ എനിക്കൊന്നും മനസ്സിലൊന്നും കിട്ടുന്നില്ല. സ്പ്രൈറ്റ് വേണം. യോഗട്ട് ഹെൽത്തി ആകൂ. പിന്നെ താൻ കുടിക്കോ? യോഗട്ട് താൻ കുടിക്കോ? ജസ്റ്റ് ഉണ്ട്. യോഗട്ട് ഞാൻ കഴിക്കും. താൻ കഴിച്ചോ? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ. കുറച്ചുകൂടെ സ്വസ്ഥമായിട്ട് മതി. ഇതമ്മറിയ എന്തൊക്കെയോ ചോദിക്കുന്നു. സ്ട്രോബെറി 40, ചോക്ലേറ്റിന് 38 രൂപ. എന്തടി കൊക്കക്കോള വേണോ സ്പ്രൈറ്റ്? എനിക്ക് സ്മൂത്ത് കഴിച്ചു. കൊണ്ടുപോയി. സമാധാനായില്ലേ? നമുക്ക് മേടിച്ച പേയ്മെന്റ് ചെയ്യും. പേയ്മെന്റ് ഞാൻ ചെയ്യണം, ബാക്കി യോഗട്ട് ഞാൻ വാങ്ങിക്കഴിക്കാൻ. വേണ്ടേ? പൂച്ചക്കുഞ്ഞിനെയൊക്കെ എടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുന്നു. ശീതൽ പറയാം, അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. എന്നിട്ട് പിന്നെ എന്തിനാ അത് കയ്യിലെടുത്ത് വെച്ചേക്കണേ? ചുമ്മാതാ, ഞാനും വരുന്നു. ഓ, ഒരു വ്ളോഗിങ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. എന്നാ ഗൈസ് എല്ലാവർക്കും മുട്ട എടുത്തോളൂ.
പ്ലീസ് എനിക്ക് താങ്ക് യു. അതെനിക്കല്ലേ അവളെ എനിക്കല്ലേ എല്ലാവർക്കും നമ്മൾ മുട്ടായി വാങ്ങിച്ചു. ഒരാൾക്ക് മാത്രം കൊടുത്തില്ല, കുട്ടി കാണുന്നില്ലെന്നത്. എല്ലാവർക്കും മുട്ടായി കിട്ടിയില്ലേ? ഞാനും പറഞ്ഞായിരുന്നു. എല്ലാരും എനിക്കൊരു ഇൻട്രോ പറഞ്ഞേ. ഹായ്, വെൽക്കം ടു ലിസാമോസ് യൂട്യൂബ് ചാനൽ. അതായിരിക്കും തുടക്കം ഇടുന്നത് നല്ലത്. അതായിരിക്കും ഇടുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് ഇത് മൊത്തം നനഞ്ഞടക്കോ. ഇതെന്താ? സോറി, ഞാൻ ബ്ലാക്ക് അല്ല, ഇത് ചെളിയാണ്. ഓ, എന്റെ ഷൂസ് 2 ദിവസം ഞാൻ കേട്ട് കുഴി വീടല്ലേ. ഫോട്ടോ എടുക്കാൻ നോക്കിട്ട് നല്ല 2 ഫോട്ടോ കിട്ടി, അതും ഇല്ല. എന്റെ ടിൻഡാന്ന് ഇവിടെ ഒക്കെ നനഞ്ഞു കിടക്കുക. അങ്ങനെ നമ്മള് ഇതൊക്കെ തുടപ്പിച്ചു കഴിച്ചു. എന്നിട്ട് വെള്ളമുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഇരിക്കാം. ഫോട്ടോഷൂട്ട് നടക്കുവാണ്. അതുകൊണ്ടല്ലേ ചേച്ചിയാണ് ഫോട്ടോ ഇടുന്നത്. അവിടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. അവിടെ വേറെ ഫോട്ടോ സെക്ഷനാണ്. നമ്മളെ വേണ്ട. ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഫോട്ടോ എടുക്കണം. ഓരോരോ പണിയിലാണ് കഴിച്ചത്. ഇവിടെ ഫോട്ടോ എടുപ്പ്, അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ എല്ലാരും? വീട്ടിൽ പോവാണോ? അടുത്ത ആഴ്ച പോകും. കഴിഞ്ഞു. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത മാസമാണ്. അതെ, അങ്ങനെയൊന്നുമില്ല. വളരെ നന്നായി നാച്ചുറൽ ആക്ടിങ്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? കോട്ടയത്തോട്ടൊക്കെ വരുമ്പോ വിളിക്കാം. എല്ലാരും കോട്ടയം അല്ലേ? എല്ലാരും കോട്ടയം. ഞാൻ മാത്രമേ ഉള്ളൂ മാവേലിക്കരയിൽ. ബാക്കി എല്ലാം അടുത്ത എറണാകുളം. അന്ന് എന്താണേലും വരും. അപ്പൊ കോട്ടയത്തോട്ട് അതെ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാനേ ഈ അവധിക്ക് പോകാം. അന്ന് വീഡിയോ എടുക്കാം. ഞാൻ വരാം കേട്ടോ. കണ്ടന്റായി. എനിക്ക് വലിയ കോട്ടയം കാണാൻ നമ്മളെ കാണാനല്ല, ഇല്ല, ഷാപ്പിൽ വരായിരുന്നു. എനിക്ക് ഷാപ്പിൽ വരണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഈ കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഷാപ്പിൽ നിന്ന് പോകാം. നീ ഫേമസ്. അതെ, ഞാൻ വരും. ഞാൻ വീട്ടിൽ ചാടിയാണല്ലോ വരുന്നത്. അപ്പത്തേന് കാർ ഓടിക്കാൻ പഠിക്കാൻ നോക്കാം. എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, പക്ഷെ ഞാൻ വല്ല ലോറിയുടെ മണ്ടയ്ക്ക് ഇരിക്കും. എന്റെ വണ്ടി തരത്തില്ല. കുഞ്ഞു നമുക്ക് സോസ് വാങ്ങിച്ചു. ഞങ്ങളൊരു വരേനെ കണ്ടു. ആ വരേനെ ചവിട്ടി മെതിച്ചു ഗിഫ്റ്റി സൂസൻ. നിങ്ങളെ ഞാൻ കാണിച്ചു തന്നായിരുന്നോ? ഗിഫ്റ്റി സൂസൻ നമ്മൾ കാണിച്ചില്ലായിരുന്നോ? ആ, ഗിഫ്റ്റി സൂസൻ കടിച്ചെന്ന് ചവിട്ടി അരച്ചു ഒരു വരേനെ. പക്ഷെ പാവം പാവം. നമുക്ക് അത് കണ്ടോ? അതാണ് ഗൈസ് ആ വര. ആ ഗിഫ്റ്റി സൂസൻ. ആ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആ ബ്ലാക്ക് ഡ്രസ് ഇട്ട കുട്ടി ഗിഫ്റ്റി സൂസ. അതുകൊണ്ട് ആ കുട്ടിയാണ് ഗൈസ് വരനെ ചവിട്ടി കൂട്ടിയത്. ഗോച്ചിട്ടായിട്ട് കാണിക്കുന്നത്. ആ വരനെ ചവിട്ടി കൂട്ടിയത് കുട്ടിയല്ലേ? യൂട്യൂബിൽ ആദ്യം എന്റെ കയ്യിൽ പിച്ച്. അയ്യോ, ഇത് കണ്ടോ? ചോപ്പിച്ചവിടെ. ഇത് നോക്ക്. ആര്? കോട്ടയത്താ പുതുപ്പള്ളി. ഓഹോ, അറിയാമോ? അതുകൊണ്ടല്ലേ നീ പറയാത്തന്നെ.
എന്നെ പറ. കാപ്പിൽ പാർക്കിലോ? പാർക്കിലാണോ ഗിഫ്റ്റ് യൂസസിന്റെ വീട്ടുപേര്? സ്ഥലപ്പേരാണോ പാക്കിൽ നിന്ന്? ഓ, പാക്കിലാണ് ഗൈസ് ഗിഫ്റ്റ് യൂസസിന്റെ വീട്. പുതുപ്പള്ളിയിലാണ്. മീനട ഉമ്മൻചാണ്ടിയുടെ സ്ഥലമാണോ? കൈ നീറുന്നത്. എന്റെ ഗൈസ് ഇത് കണ്ടോ? ചുവന്ന് കരിനീരിപ്പിച്ചിട്ട പന്ന കൊച്ച്. അവിടെ നിൽക്കുന്ന ഒരു പന്ന കൊച്ച് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. വേണ്ട ആ കൊച്ച് എന്റെ കൈ പിച്ചി പറിച്ചു. ഗൈസ് നമ്മൾ ചേച്ചി കൂടെ വാ. ടാറ്റ പറയട്ടെ. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്, നമ്മളുടെ നടത്തങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ശരി ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം.